മൊബൈൽ ഫോണിൽ ആദ്യമായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. മോസില ഫയർഫോക്സ് പോലെയുള്ള മറ്റു ബ്രൗസറുകളെക്കാളും ഗൂഗിൾ ക്രോം ഉപയോഗിച്ചാൽ എല്ലാ ഓപ്ഷനുകളും ലഭ്യമാവും. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം അതിലെ സെർച്ച് ബാറിൽ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ സമഗ്രയുടെ വെബ്സൈറ്റ് ലിസ്റ്റിൽ ലഭ്യമാവും. samagra.kite.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ് ലിങ്ക്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സമഗ്ര വെബ്സൈറ്റിലേക്ക് കയറും. ആദ്യമായി അതിന്റെ ഹോം പേജ് ലഭ്യമാവും. ഹോം പേജിന്റെ വലതുവശത്ത് മുകളിൽ 3 വരകളുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ നൽകുക. തുടർന്ന് ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കും. ഇവിടെ നിങ്ങൾക്ക് വിവിധ ഓപ്ഷനുകൾ കാണാം. മൈക്രോ ലെസൺ പ്ലാൻ നിർമ്മിക്കുവാനായി ക്രിയേറ്റ് ടീച്ചിംഗ് മാനുവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന സ്ക്രീനിൽ പഠിപ്പിക്കേണ്ടുന്ന ക്ലാസിന്റെ ഡീറ്റെയിൽസ് നൽകുക. ആദ്യമായി മീഡിയം സെലക്ട് ചെയ്യുക. പിന്നീട് ക്ലാസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 10ാം ക്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് സബ്ജക്ട് സെലക്ട് ചെയ്യുവാനായി ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സബ്ജക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചാപ്റ്റർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പാനലിന്റെ ഇടതുവശത്ത് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പാനൽ മിനിമൈസ് ആയി സ്ക്രീനിന് താഴ്ഭാഗത്ത് ഒരു നീല ബാർ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ടീച്ചിംഗ് മാനുവൽ പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. ആദ്യമായി പ്ലാൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷനുകൾ കാണാം. ക്രിയേറ്റ് എ പ്ലാൻ യൂസിംഗ് യൂണിറ്റ് പ്ലാനും ക്രിയേറ്റ് എ പ്ലാൻ യൂസിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സും. നിങ്ങൾക്ക് ഓരോ യൂണിറ്റിന്റെയും യൂണിറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ സമഗ്രയുടെ ഡയസ് ബോർഡിലുണ്ട്. അങ്ങനെ യൂണിറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇല്ലാത്ത പക്ഷം രണ്ടാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് എ പ്ലാൻ യൂസിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ കുട്ടി സ്വായത്തമാക്കേണ്ട ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലാം അവിടെ ലഭ്യമാകും. അതിൽ നിന്നും പ്രസ്തുത ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക. ഒന്നിലധികം ഒബ്ജക്റ്റീവ് വേണമെങ്കിലും ഒരു ക്ലാസ്സിൽ തിരഞ്ഞെടുക്കാം. തുടർന്ന് ഡിവിഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അസൈൻ ചെയ്തിരിക്കുന്ന ഡിവിഷനുകൾ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കാണാവുന്നതാണ്. അതിനുശേഷം ക്ലാസ് എടുക്കുന്ന തീയതി സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കലണ്ടർ ലഭിക്കും. അവിടെ തീയതി തിരഞ്ഞെടുക്കുക. തുടർന്ന് പ്രയോറിറ്റി നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ മൈക്രോ പ്ലാൻ നെയിം നൽകുക. തുടർന്ന് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പ്രവർത്തന ഘട്ടങ്ങൾ നൽകണം. ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്നതിന് താഴെ കാണുന്ന ബോക്സിൽ പ്രവർത്തനങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകാം. ആ ബോക്സിൽ കേഴ്സർ വയ്ക്കുമ്പോൾ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ്, വീഡിയോ, ടേബിൾ, ബുള്ളറ്റഡ് ലിസ്റ്റ്, നമ്പേർഡ് ലിസ്റ്റ് എന്നിവ ചേർക്കാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ നമ്പേർഡ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് ആക്ടിവിറ്റി സ്റ്റെപ്സ് ടൈപ്പ് ചെയ്യുകയാണ്. ഇതുകൂടാതെ സമഗ്രയിൽ തന്നെ ലഭ്യമായിട്ടുള്ള ആക്ടിവിറ്റികൾ ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സമഗ്രയിൽ ധാരാളം റിസോഴ്സുകൾ ലഭ്യമാണ്. ഇവയെല്ലാം സ്ക്രീനിന് താഴെയുള്ള നീല ബാറിൽ നിന്നും ലഭിക്കും. ആ ബാറിൽ PDF എന്ന ഒരു ചെറിയ ബട്ടൺ വലതുഭാഗത്ത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമായ PDF ഫയലുകൾ കാണാം. ഇവിടെ ആക്ടിവിറ്റീസ് എന്ന പേരിലുള്ള ഒരു PDF ഫയൽ ഉണ്ട്. അതിന് താഴെയുള്ള ചെറിയ പച്ച ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓയിൽ കൺഫർമേഷൻ ക്വസ്റ്റ്യൻ വരും. അവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ഫയൽ തുറന്ന് കാണാം. അവിടെ നിന്നും നമുക്ക് വേണ്ട ആക്ടിവിറ്റിയുടെ ഭാഗം തിരഞ്ഞെടുക്കാം. ചുവന്ന ബോർഡറുള്ള ബോക്സ് സെലക്ട് ചെയ്യേണ്ട ഭാഗത്ത് ഡ്രാഗ് ചെയ്തു വെക്കുക. അതിന്റെ വശങ്ങളിൽ കാണുന്ന പോയിന്റുകളിൽ ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ സെലക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് ആവശ്യത്തിന് ഭാഗം സെലക്ട് ചെയ്യാം. ഫയലിന്റെ അടുത്ത പേജിലേക്ക് പോകുവാൻ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത ഭാഗം കോപ്പി ചെയ്യുവാനായി സ്ക്രീനിന് താഴെ കാണുന്ന കോപ്പി ടു ക്ലിപ്ബോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് തൊട്ടടുത്തായി കാണുന്ന 2 നീല സ്ക്വയറുകളുള്ള ചെറിയ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്ത ഭാഗം കോപ്പിയായിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി PDF ഫയലിന് മുകളിലുള്ള ചെറിയ ഇൻടു മാർക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആക്ടിവിറ്റി സ്റ്റെപ്സ് രേഖപ്പെടുത്തുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത ഫയൽ പേസ്റ്റ് ചെയ്യാം. ആ ബോക്സിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്ന ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് ആവും. അപ്പോൾ തന്നെ അതിന് താഴെ ഒരു ബോക്സിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണിക്കുന്ന ഐക്കണുകൾ കാണാം. അതിൽ ഏറ്റവും ലാസ്റ്റിൽ കാണുന്ന ക്രോസ് ആരോ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റെസല്യൂഷൻ നൽകാൻ സാധിക്കും. വിഡ്ത്ത് 300-ൽ നിന്നും കൂട്ടുക. ഹൈറ്റ് ആവശ്യമെങ്കിൽ കൂട്ടി നൽകാം. റെസല്യൂഷൻ കൂട്ടുമ്പോൾ പേസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി വായിക്കാൻ സാധിക്കും. അടുത്തതായി ആക്ടിവിറ്റി സ്റ്റെപ്പിൽ നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ ആവശ്യമായ റിസോഴ്സുകൾ ആഡ് ചെയ്യാം. അവിടെ ആഡ് റിസോഴ്സസ് ഫ്രം റൈറ്റ് പാനൽ എന്ന് കാണാം. മൊബൈലിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് റൈറ്റ് പാനലിന് പകരം സ്ക്രീനിന് താഴെ ഭാഗത്താണ് പാനലുള്ളത്. അതിൽ നിന്നുമാണ്
മുൻപ് ആക്ടിവിറ്റീസ് PDF ഫയൽ തുറന്നത്. ആ പാനലിൽ നിന്നും ഇമേജസ്, വീഡിയോസ് എന്നിവയും ആഡ് ചെയ്യാം. മുൻപ് ഞാൻ നൽകിയ ആക്ടിവിറ്റി സ്റ്റെപ്പിൽ ഒരു ആക്ടിവിറ്റി കാർഡ് കുട്ടികൾക്ക് നൽകുന്ന പ്രവർത്തനം രേഖപ്പെടുത്തിയിരുന്നു. അതിനുപയോഗിക്കാൻ കഴിയുന്ന കാർഡ് റിസോഴ്സ് ഇപ്പോൾ ആഡ് ചെയ്യുകയാണ്. ബോട്ടം പാനലിൽ നിന്നും ഇമേജ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. തന്നിരിക്കുന്ന ഇമേജിനടുത്തുള്ള ഐ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് കാണാം. തൊട്ടടുത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റിസോഴ്സ് ടീച്ചിംഗ് മാനുവലിലേക്ക് ആഡ് ആവും. ഇങ്ങനെ തന്നെ ബോട്ടം പാനലിൽ നിന്നും വീഡിയോ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ അവിടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആവശ്യമുള്ള വീഡിയോസും റിസോഴ്സിൽ ആഡ് ചെയ്യാം. ഇനി അതർ റിസോഴ്സസ് എന്ന ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അടുത്തതായി ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ്സ്, വാല്യൂസ് എന്നിവ നൽകുവാനുള്ള ഫീൽഡാണ്. ഇവിടെ കുട്ടി ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്ന ആശയങ്ങളെക്കുറിച്ച് പറയാം. അതിനായി മുൻപത്തെ ഫീൽഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ മുൻപ് കാണിച്ചതുപോലെ തന്നെ ആക്ടിവിറ്റി PDF ഫയൽ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗം കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. അടുത്തതായി അസസ്മെന്റ്സ് ഫീൽഡ് നൽകാം. നൽകിയ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ എത്രത്തോളം ആശയങ്ങൾ സ്വായത്തമാക്കി എന്ന് തിരിച്ചറിയുവാൻ വേണ്ട മൂല്യനിർണ്ണയം നടത്തുന്ന രീതി ഇവിടെ രേഖപ്പെടുത്താം. ടൈപ്പ് ചെയ്യുകയോ സമഗ്രയിലെ റിസോഴ്സിൽ നിന്നും ആഡ് ചെയ്യുകയോ ആവാം. ബോട്ടം പാനലിൽ നിന്നും PDF ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അസസ്മെന്റ് PDF ഫയൽ കാണാം. അതിൽ നിന്നും ആ ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള ഭാഗം കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. URL റെഫറൻസ് നൽകുവാനുള്ള ലിങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വെബ് പേജിൽ നിന്നും റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് നൽകാം. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ഫീൽഡിൽ ഈ പാഠഭാഗത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ, ഹോംവർക്ക് എന്നിവ രേഖപ്പെടുത്താം. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസും മുൻപ് കാണിച്ചതുപോലെ തന്നെ PDF ഫയലിൽ നിന്നും പേസ്റ്റ് ചെയ്യാം. എല്ലാ ഫീൽഡും പൂരിപ്പിച്ച ശേഷം താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ചുവന്ന സ്റ്റാർ നൽകിയിരിക്കുന്ന എല്ലാ ഫീൽഡും ഫിൽ ചെയ്താൽ മാത്രമേ ടീച്ചിംഗ് പ്ലാൻ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടീച്ചിംഗ് മാനുവൽ സേവ് ചെയ്ത ശേഷം നിങ്ങൾ മൈ ടീച്ചിംഗ് മാനുവൽ എന്ന മറ്റൊരു പേജിൽ എത്തും. നിങ്ങൾക്കിപ്പോൾ ടീച്ചിംഗ് മാനുവൽ ക്രിയേറ്റ് ചെയ്ത ചാപ്റ്ററിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ TMകളും കാണുവാൻ സാധിക്കും. ഓരോ TMനും ശേഷം സബ്മിറ്റ്, വ്യൂ TM, ഡൗൺലോഡ്, എഡിറ്റ്, യൂസ് ദിസ് TM ഫോർ അനദർ ഡിവിഷൻ എന്നീ ഓപ്ഷനുകളുണ്ട്. യൂസ് ദിസ് TM ഫോർ അനദർ ഡിവിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മറ്റൊരു ഡിവിഷനിലേക്ക് ഇതേ TM ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ടീച്ചിംഗ് മാനുവൽ അതുപോലെ തന്നെ ലഭിക്കും. സെലക്ട് ഡിവിഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് പുതിയ ഡിവിഷൻ സെലക്ട് ചെയ്യാം. മൈക്രോപിയോൺ നെയിമും പുതിയത് നൽകണം. തുടർന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണം. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത ടീച്ചിംഗ് മാനുവൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹെഡ്മാസ്റ്ററുടെ അപ്രൂവലിനായി സബ്മിറ്റ് ചെയ്യാം. അതോടുകൂടി TM ക്രിയേഷൻ പൂർത്തിയാകും. ഹെഡ്മാസ്റ്റർ അപ്രൂവ് ചെയ്തതിനു ശേഷം ആ TM ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. പിന്നീട് സ്ക്രീനിന് മുകളിൽ ഇടതുവശത്തുള്ള 3 വരകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന പാനലിൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്ത് കയറിയപ്പോൾ എത്തിച്ചേർന്ന ഡാഷ്ബോർഡിൽ തിരികെയെത്താം. അവിടെ മൈ ടീച്ചിംഗ് മാനുവൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ മീഡിയം, സ്റ്റാൻഡേർഡ്, സബ്ജക്റ്റ്, ചാപ്റ്റർ എന്നിവ നൽകണം. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടീച്ചിംഗ് മാനുവൽസും കാണാം. ക്ലാസ്സിന് ശേഷം അതിലെ ഓരോ TMനും ശേഷമുള്ള വ്യൂ TM ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലാസ്സിന് ശേഷമുള്ള റെസ്പോൺസ്, റിഫ്ലക്ഷൻ നോട്ട്, ഒപ്പീനിയൻ എന്നിവ രേഖപ്പെടുത്താൻ സാധിക്കും. ക്ലാസ് എടുക്കുന്ന ഡേറ്റിന് ശേഷം മാത്രമേ ഈ ഓപ്ഷൻസ് ലഭ്യമാവുകയുള്ളൂ. എല്ലാം രേഖപ്പെടുത്തിയ ശേഷം സേവ് ചെയ്യുക.